ഹലോ, ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വാഗമണിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. 2 ബൈക്കിലും 2 കാറിലൊക്കെ ആയിട്ടാണ് പോയാൽ. പിന്നെ ഇടയ്ക്ക് മഴ വന്നു പോയി ഒന്നിച്ച്. പിന്നെ ഉച്ചയ്ക്ക് ആയപ്പം വണ്ടി ഒന്ന് സൈഡിലോട്ട് ഒതുക്കി ആളൊഴിഞ്ഞ സ്ഥലത്തിരുന്ന് ബിരിയാണി ചിക്കൻ കറിയും കഴിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോണ വഴിക്ക് വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ എല്ലാവരും കൊണ്ട് പിന്നെ വെള്ളച്ചാട്ടത്തിലോട്ട് കാണാൻ വേണ്ടിയൊക്കെ ഇറങ്ങി. കുറച്ച് നേരം വെള്ളച്ചാട്ടത്തിലൊക്കെ കളിച്ചിട്ടാണ് പിന്നെ യാത്ര ചെയ്തത്. അവിടെ മലപ്രദേശം കാരണം തന്നെ റോഡിൻ്റെ നേരെ വാർപ്പ് വന്നിട്ട് അതിൻ്റെ പുറത്ത് കാർ പാർക്കിങ്, അടിയിൽ വീട്, അങ്ങനെയൊക്കെ ആയിരുന്നു. പോകുന്ന വഴിക്ക് ഫുള്ള് അങ്ങനത്തെ വീടുകളൊക്കെ ആയിരുന്നു കണ്ടത്. പിന്നെ ഒരു ചായക്കട കയറി ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ യാത്ര ചെയ്തത്. പോണ വഴിക്ക് ഒരു മല കണ്ട്, കോടമഞ്ഞൊക്കെ കൂടിയിട്ടുള്ള. പിന്നെ അവിടെ കുറച്ച് നേരം കാണാൻ വേണ്ടി നിന്ന് അതൊക്കെ കണ്ടുകഴിഞ്ഞിട്ടാണ് പിന്നെയും യാത്ര ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഒരു വീണ്ടൊക്കെ നമുക്ക് കാഴ്ച കാണാൻ വേണ്ടിയുള്ള വിധത്തിൽ ഉണ്ടാക്കിയിട്ടേച്ചി. പിന്നെ അവിടെ അങ്ങോട്ട് ഇറങ്ങി കുറച്ച് അതൊക്കെ കണ്ട് നല്ല കാറ്റായിരുന്നു അങ്ങോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ. അതിനുശേഷം പിന്നെ ഞങ്ങൾ 4 മണിക്കൂർ കൊണ്ട് എത്തുന്ന റിസോർട്ടിൽ ഞങ്ങൾ 5.5 മണിക്കൂർ കൊണ്ട് എത്തിയത്. പിന്നെ എല്ലാവരും റൂമിൽ ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റിസോർട്ട് എല്ലാവരും ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങി. റിസോർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. റൂമൊക്കെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങി. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ചെന്നിട്ട് 1-2 മണിക്കൂറോളം സ്വിമ്മിംഗ് പൂളിൽ തന്നെ കിടക്കണമായിരുന്നു. അതിനുശേഷം എല്ലാവരും കയറിയത്. പിന്നെ ഫ്രഷായി കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ പാർക്കുണ്ട്. അവിടെ പോയി കുറച്ച് ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി. പിന്നെ പിള്ളേരൊക്കെ അവിടെ കളിക്കണേ നോക്കി കുറച്ച് നേരം നിന്ന് വെച്ച്. അതിനുശേഷം ഞങ്ങൾ പിന്നെ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ഞങ്ങൾ പൈൻ വേലിൽ പോയി. പിന്നെ അത് കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രിയാണ്. ഞങ്ങൾ ചായക്കടയിൽ കയറി നല്ല ചൂട് ബജ്ജി വറുത്തതും കായ വറുത്തതും വാങ്ങിച്ച് കഴിച്ച്. പിന്നെ ചായയും കുടിച്ചതിൻ്റെ ഇടയിൽ ബജ്ജിയൊക്കെ ആവാൻ വേണ്ടിയുള്ള ടൈമിൽ ഞങ്ങൾ ലേസും മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് റിസോർട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല രാത്രിയായി. പിന്നെ ഞങ്ങൾ അൽഫാം ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നിന്ന് കുറച്ച് നേരം പിടിച്ച് അതൊന്ന് കത്തി കിട്ടാൻ. പിന്നെ അൽഫാം ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊക്കത്തോട്ട് പോയിച്ച്. അവിടെ ക്യാരംസ് ബോർഡും ചെസ് ബോർഡും ഉണ്ടായി. അപ്പോൾ പിന്നെ ഞങ്ങൾ പിള്ളേരൊക്കെ കൂടി ചെസ് കളിക്കാനും ക്യാരംസ് കളിക്കാനും ഇരുന്ന്. അതിനുശേഷമാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നത്.
പൊറോട്ടയും അൽഫാമായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൊച്ചുങ്ങളുടെ ഒപ്പം TV കാണാൻ വേണ്ടി ഇരുന്ന് വെച്ച്. അവരേതോ കാർട്ടൂൺ ചാനലൊക്കെ വെച്ചിരുന്ന് വെച്ച്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോയി കിടന്നത്.